ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദിണ്ടിഗൽ സ്വദേശി ഡി മണിക്ക് പങ്കില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘം. ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം അറിയിച്ചത്. തന്നെ കുടുക്കാൻ മനഃപൂർവ്വം ശ്രമം നടന്നുവെന്നാണ് ഡി മണി 24-നോട് പിന്നീട് പ്രതികരിച്ചത്. മുൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീയെ SIT ഇന്ന് ചോദ്യം ചെയ്തു. കേസിലെ പത്മകുമാറിനെതിരെ ഗുരുതര പരാമർശങ്ങളുമായി കൊല്ലം വിജിലൻസ് കോടതി. വേലി തന്നെ വിളവ് തിന്നു എന്നാണ് ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള കോടതി ഉത്തരവിൽ പറയുന്നത്. രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച പ്രവാസി വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഡി മണിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം. ചെന്നൈയിലും ദിണ്ടിഗലിലും വരെ പരിശോധന നീണ്ടു. എന്നാൽ സ്വർണ്ണക്കൊള്ളയിൽ ഡി മണിക്ക് പങ്കില്ലെന്നാണ് SIT വിലയിരുത്തൽ. ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് പരാമർശം. പ്രവാസി വ്യവസായിയുമായുള്ള ബന്ധം തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഡി മണി തലസ്ഥാനത്ത് വന്നതിൽ ദുരൂഹതയില്ല. തിരുവനന്തപുരത്ത് വ്യക്തിപരമായ കാര്യത്തിനാണ് വന്നതെന്നും SIT കണ്ടെത്തി. മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമമെന്ന് ഡി മണി 24-നോട്. அவரு மாத்தி பண்ணிட்டாங்க. அது வந்து அவங்களும் எது என்னை டீச் பண்ணல. நல்லா ரொம்ப மரியாதையா ரொம்ப நீட்டா டீச் பண்ணாங்க. இது ஏதோ தப்பு நடந்துச்சு அவ்வளவுதான். ஆனா எனக்கும் இதுக்கு எந்த சம்பந்தமே இல்ல. அது மட்டும் போட்டுருக்கும். ஒரு விவசாயி தான் உங்களோட பேரை சொல்லிடுச்சு. அந்த விவசாயியாயிட்டு உங்களுக்கு ஏதாச்சும் கனெக்ஷன் இருக்கா? உங்களுக்கு ஏதாவது செக் பண்ணுங்க. அதாவது இருக்கான்னு செக் பண்ணுங்க. இப்ப நான் வந்து என்னோட தம்பி பிரதர், நீங்க உங்களை தப்பு சொன்னா நீங்க உங்களை தப்புன்னு சொல்ல முடியுமா? അത് ചുമ്മാ சொல்லிட்டு പോയിരலாம். നേരത്തെ പറഞ്ഞതിൽ വിദേശ വ്യവസായി ഉറച്ചു നിൽക്കുന്നെന്നും ശബരിമലയിലെ സ്വർണം എവിടെയെന്ന് SIT മറുപടി പറയണമെന്നും രമേശ് ചെന്നിത്തല. ഈ സ്വർണം എവിടെ, തൊണ്ടി മുതൽ എവിടെ, അത് ഇതുവരെ SIT പറയുന്നില്ലല്ലോ. ഗോവർദ്ധന്റെ കയ്യിലുള്ള 300 ഗ്രാം അല്ലല്ലോ. ആ സ്വർണം ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊണ്ടി മുതൽ കണ്ടെത്തണ്ടേ? കോടതി നിർദ്ദേശപ്രകാരം ഹാജരായ കേസിലെ പ്രതി തിരുവിതാംകൂർ ദേവസ്വം മുൻ സെക്രട്ടറി S ജയശ്രീയെ SIT ഇന്ന് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. നാളെയും ചോദ്യം ചെയ്യൽ തുടരും. അതിനിടെ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഗുരുതര പരാമർശങ്ങളാണ് കൊല്ലം വിജിലൻസ് കോടതി നടത്തിയത്. പത്മകുമാർ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നും തന്ത്രിയുടെ അഭിപ്രായം അവഗണിച്ച് പാളികൾ കൊടുത്തുവിട്ടെന്നും ഉത്തരവിലുണ്ട്. വേലി തന്നെ വിളവ് തിന്നെന്നും കോടതി നിരീക്ഷിച്ചു. പത്മകുമാറിന്റെ അക്കൗണ്ട് മരവിപ്പിക്കുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു. അതിനിടെ പത്മകുമാർ, ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ, B മുരാരി ബാബു എന്നിവരുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.